ആദ്യത്തെ ആട് താണ്ട് കയറി. അത് ചെറിയൊരു വള്ളമാണ്, അല്ല വലിയ വള്ളമൊന്നുമല്ല. തൊട്ടടുത്ത് തന്നെ രണ്ടാമത്തെ ആട് കയറുകയാണ്. അപ്പം ബാക്കി 3 ആടുകൾ കരയ്ക്ക് നിൽപ്പുണ്ട്. മൂന്നാമത്തെ ആട് അതിൻ്റെ ആ ഒരു ഇത് നോക്കിയിട്ട് മൂന്നാമത്തെ ആട് കയറുന്ന കാഴ്ചയാണ്. ഇതൊക്കെ നമ്മൾ ഒരാടിനെ വള്ളത്തെ കയറ്റണമെങ്കിൽ അതിസാഹസികമായ പരിപാടി. അതാണ് 4-ാമത്തെ ആടും കയറി. സുഹൃത്തുക്കളെ, ഒരു കൗതുക കാഴ്ചയാണ്. ഒരു വീടിൻ്റെ മുകളിലാണ്, ടെറസിൽ കുറേ ആടുകളൊക്കെ നിൽപ്പുണ്ട്. ഈ ആടിൻ്റെ ഒരു സംരക്ഷകനായി നിൽക്കുന്നത്. മോൻ്റെ പേരെന്നാ? അദ്വൈത്. മോൻ്റെയൊക്കെ ആടാണോ ഇത്? ആ. ഈ ആടിനെ ഇപ്പം എവിടെ നിങ്ങൾ കൊണ്ട് തീറ്റുന്നത്? ഈ തോടിൻ്റെ അക്കരയാ? അപ്പൊ എങ്ങനെ ഈ ആടിനെ അക്കരയ്ക്ക് കൊണ്ടുപോകും? വള്ളത്തിൽ എങ്ങനെ ആടിനെ കയറ്റുന്നത്? തന്നെ കയറുവോ? അപ്പൊ ഇത് തിരിച്ചിവിടെ കയറുന്നോ? ഇവിടെ കയറുന്നതും തന്നെ കയറുന്നതാണോ? ആരും ഒന്നും കൂട്ടത്തിലൊന്നും വേണ്ട. അപ്പൊ ഇതിന്റെ മുകളിലാണ് ഇതിന്റെ താമസം അല്ലേ? നല്ല രസകരം. മഴ പെയ്യുമ്പോൾ മഴ പെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ സൈഡിൽ ഒരു ടെമ്പററി സംവിധാനമുണ്ട്, അതിൻ്റെ അകത്തേക്ക് അത് കയറിക്കോളൂ. അദ്ദേഹത്തിന് ഇഷ്ടമാണ് ആടിനെയൊക്കെ. അദ്ദേഹത്തോണ്ട് കൂട്ടുക അല്ലേ? നല്ല കൂട്ടാ അല്ലേ? ഓക്കെ. ഞാനൊരു ദിവസം ഈ വഴി കൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ ആടുകളെല്ലാം കൂടി വളരെ വേഗത്തിലൊരു വള്ളത്തിലോട്ട് ചാടിക്കയറുന്നത് കണ്ടു. ഒരാട് തന്നെ വള്ളത്തിലോട്ട് കയറണമെങ്കിൽ വലിയ പാടാണ്. ആടിനെ വളർത്തുന്ന ആളുകൾക്ക് ഏതെങ്കിലും സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അത് പ്രത്യേകിച്ച് തോടിൻ്റെയോ ആറിൻ്റെയൊക്കെ അരികിലാണെങ്കിൽ വള്ളത്തിലേക്ക് ഒരു ആടിനെ കയറ്റണമെങ്കിൽ വലിയ പാടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരാൾ പോയിട്ട് 3 പേര് കൂടിയാലും ഒരു ആടിനെ വള്ളത്തെ കയറ്റാൻ പറ്റത്തില്ല. ആ സ്ഥാനത്ത് ഈ 5 ആടുകൾ വളരെ അനുസരണയുള്ള ആളുകളെ പോലെ വളരെ വേഗത്തിൽ വന്ന് വള്ളത്തെ കയറുന്ന ഒരു സുന്ദരമായ കാഴ്ച കണ്ട്. നമ്മുടെ അദ്വൈതിൻ്റെ പിന്നെ അപ്പനും ഉണ്ട്, നമ്മുടെ ഒരു സുഹൃത്തു കൂടിയാ. പേരെന്ന് പറഞ്ഞേക്കണം? പേര് സുബീഷ് എന്നാണ്. സുബീഷ്. ഈ ആടുകൾ ഇങ്ങനെ കയറുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടായിരുന്നു. ഇതന്നെ നിങ്ങൾ പ്രത്യേകിച്ച് വല്ലോ അതിനെ ആ രീതി? അങ്ങനൊന്നുമില്ല, നമ്മള് നിത്യേന ചെയ്യുന്നത്. അതിനെ അതൊരു ശീലമായിട്ട് മാറുക. നമുക്ക് ഈ ആട് കൃഷി നേരത്തെ പോലെ ഉണ്ടായിരുന്നാണോ? അല്ല, ഒരു 2 വർഷം ആയതേ ഉള്ളൂ. 2 വർഷം. എന്നാ ചെയ്യുന്നത്? ഞാൻ ഓട്ടോ ഓടിക്കാണ്, പിന്നെ ഫൈബർ ഗ്ലാസിന്റെ വള്ളം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ശരി. അപ്പൊ ആ കൂട്ടത്തിൽ സന്തോഷം. അപ്പൊ പിള്ളേരുമായിട്ടും വലിയ ഇണക്കമാണ്? പിള്ളേരുമായിട്ടാണ് അത് നല്ല ഇണക്കം. ഏതായാലും നമ്മൾ ഈ ആട് കൃത്യമായിട്ട് വള്ളത്തെ കയറുന്ന കാഴ്ച കൂടെ കാണിക്കുക. അത് വളരെ രസകരമായതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കാണിക്കുന്നത്. അത് ഇക്കരെ നിന്ന് നേരെ വള്ളത്തെ കയറിയതിനു ശേഷം നിങ്ങൾ തനിയെ അത് അക്കരയിൽ പോകും. തിരിച്ച് നിങ്ങൾ അതേപോലെ തന്നെ നമ്മൾ വള്ളം കൊണ്ട് അടുപ്പിക്കാൻ തനിയെ കയറും. ശരി. അത് വളരെ പരിശീലനം കിട്ടിയ ഈ പട്ടാളക്കാരുടെ കാര്യം പറഞ്ഞ പോലെ നല്ല രസകരമായ ഒരു കാഴ്ചയാണ്. അതിപ്പോൾ മുകളിൽ നിന്ന് അത് താഴേക്ക് ഇറങ്ങുന്നൊക്കെ നമുക്ക് കാണാം. നേരെ വള്ളത്തെ കയറി അക്കരെ കൊണ്ടുപോകുന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇറങ്ങി വരുന്ന വഴിയാണ്. ഈ വളരെ വീടിൻ്റെ പുറകിലുള്ള ഒരു സ്റ്റെയർ കേസാണ്. അവിടത്തേക്കൂടാണ് ആട് കയറി ഇറങ്ങുകയും ചെയ്യുന്നത്. വീടിൻ്റെ മുകളിലാണ്. നമ്മൾ ആടിനെ അവർ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ആട് പെട്ടെന്ന് തന്നെ വള്ളത്തിലോട്ട് കയറും. അതുകൊണ്ട് തന്നെ ഇതിന് ഇടയ്ക്കുള്ള ഒരു സീൻ എടുക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. അതുകൊണ്ട് ഞങ്ങൾ ആടിനെ കണ്ടതിന് ശേഷം നേരെ വള്ളത്തിനടുത്തേക്ക് പോവുക. നമ്മുടെ സുബീഷ് ആടിനെ മുകളിൽ